ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ അവസാനം വരെ നിങ്ങളിത് കേട്ടാൽ വലിയൊരു ട്വിസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. കാണുക. ഈ വരുന്ന സ്പിരിറ്റ് ലേലത്തിന് ആനക്കാട്ടിൽ ഈ പെച്ചിനെ എങ്ങനെയെങ്കിലും തോൽപ്പിച്ച് മതിയാവും. ബേബി, സ്പിരിറ്റ് ലേലത്തിന്റെ തലേന്ന് ആനക്കാട്ടിൽ ഈ പെച്ചൻ കെട്ടിവെച്ച മുഴുവൻ കാശും ഇവിടുത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ വെച്ച് ഫ്രീസ് ചെയ്യിപ്പിക്കണം. മനസ്സിലായോ കടയാടി ബേബി? അങ്ങനെ സ്പിരിറ്റ് ലേലം തുടങ്ങുന്ന സമയത്ത് ആനക്കാട്ടിൽ ഈ പെച്ചന് വരാൻ പറ്റാത്ത വിധത്തിൽ നാണിച്ചു പോകണം ആനക്കാട്ടിൽ ഈ പെച്ചൻ. അങ്ങനെ ഈ വർഷത്തെ സ്പിരിറ്റ് ലേലം നമ്മൾ കൊണ്ടുപോകുമോടെ കടയാടി ബേബി. അതുകൊണ്ട് ആനക്കാട്ടിൽ ഈ പെച്ചനെയും ആനക്കാട്ടിൽ ചാക്കോച്ചിയെയും നമ്മുടെ മുമ്പിൽ ബൂട്ടുകുത്തിക്കണം. എന്നിട്ട് വേണം എനിക്ക് അവിടെ മുമ്പിൽ ഇങ്ങനെ അച്ചാലും പിച്ചാലും നടക്കാൻ. നല്ലൊരു സുഖമുള്ള ഒരു ഫീലിംഗ് ആണ് ആ ബേബി. അതുകൊണ്ട് നമ്മൾ വെൽ പ്രീ പ്ലാൻഡ് ആയിരിക്കണം. ഈ പ്രാവശ്യത്തെ സ്പിരിറ്റ് ലേലം ആനക്കാട്ടിൽ ഈ പെച്ചൻ എങ്ങനെ കൊണ്ടുപോകുമെന്ന് നമുക്ക് നോക്കണം. ഇതൊരു സിനിമയിലെ ഡയലോഗാണ്. ഇതാണ് ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ. കുഞ്ഞുനാളിൽ നമ്മളെല്ലാം ഈ സിനിമ കണ്ടിട്ട് അതിശയിച്ചു പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനാവാൻ കഴിയുമോ എന്ന്. റൗഡികൾക്കും നേതാക്കന്മാർക്കും കുഴലൂതുന്ന ന്യായാധിപന്മാർ, അവർക്ക് വേണ്ടി ഓശാരം ചെയ്യുന്ന പോലീസുകാർ, ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ. ഇതൊക്കെ ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് നമ്മൾ സിനിമാ തിയേറ്ററിൽ നിന്ന് കണ്ടത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ ഇതാണ്. ശരിക്കും സിനിമയിൽ നിന്ന് കോപ്പി അടിച്ചുകൊണ്ട് വില്ലന്മാരായി വിലസുന്നു നേതാക്കന്മാരും അവരുടെ അടിമകളും. നേതാക്കന്മാർ ഇങ്ങനെ വിരൽ നോണ്ടിക്കഴിഞ്ഞാൽ അടിമകൾ അത് ചെയ്തിരിക്കും. എന്തും നേതാക്കന്മാർക്ക് സുഖലോലുപതയിൽ മുങ്ങാൻ എന്ത് വേണമോ അടിമകൾ എത്തിച്ചു കൊടുക്കും. പകരം നേതാക്കന്മാർ അടിമകളുടെ ലീലാവിലാസങ്ങൾക്ക് മൗനം ഭജിക്കണം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യ. എത്ര ലാഘവത്തോടെയാണ് ഇദ്ദേഹം പറയുന്നത് ഇലക്ഷന്റെ തലേന്ന് എതിർകക്ഷി പാർട്ടികളെയും അവരുടെ അനുയായികളെയും വീട്ടുതടങ്കിൽ നമുക്ക് പൂട്ടിയിടാം. നമ്മൾ എതിർത്ത് കഴിഞ്ഞാൽ ഇരുട്ട് നിറഞ്ഞ കാരാഗ്രഹങ്ങളിലേക്ക് നമ്മൾ ക്രൂരമായി വലിച്ചെറിയപ്പെടും. ഇരുട്ട് നിറഞ്ഞ കാരാഗ്രഹങ്ങൾ നിരപരാധികളുടെ അലറിക്കാരച്ചൽ കേട്ട് മൗനമായി കരയുകയാണ്. ഇവരാരാണ്? ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർ. സാധാരണക്കാരെ, പണമില്ലാത്തവരെ നിങ്ങൾ ഭയക്കുവിൻ ഇവരെ. അതാണ് ഇവരുടെ ആഹ്വാനം. എന്ത് ചെയ്യാം? ഇന്ത്യയുടെ ഡെമോക്രസി ഇങ്ങനെ ആയിപ്പോയതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതിപ്പോ പാമ്പിനെ തവള തിന്നുന്ന ഒരു ലോകമായി മാറിയിരിക്കും നമ്മുടെ ഇന്ത്യ. ന്യായങ്ങളും ന്യായാധിപന്മാരും എല്ലാം ഇവർക്ക് ഓശാന പാടുമ്പോൾ ഇവരാരാണ്? ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർ. ഇനിയൊരു രണ്ടാം സ്വാതന്ത്ര്യം വന്നേ പറ്റൂ. അതുവരെ വെയിറ്റ് ആൻഡ് സീ.